കേരള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ നാഴികക്കല്ലായ കൈരളി ടിവിക്ക് ഇന്ന് 26-ാം പിറന്നാൾ. കഴിഞ്ഞ 25 വർഷത്തെ കേരള രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെ പുരോഗമന പാതയിലേക്ക് നയിക്കുന്നതിൽ കൈരളി വഹിച്ചത് അതുല്യമായ പങ്കാണ്. മലയാളികൾക്കായി മലയാളിയുടേത് മാത്രമായ മലയാളികൾക്ക് പൂർണ്ണമായും അവകാശപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ. 2000 ഓഗസ്റ്റ് 17 കേരള മാധ്യമ ചരിത്രത്തിലെ നിർണായക ദിനം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജനങ്ങളുടെ ഓഹരി പങ്കാളിത്തത്തോടെ ലോകത്തെ ആദ്യത്തെ TV ചാനൽ കൈരളി മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ടെലിവിഷൻ ചാനൽ. കേരളത്തിന്റെ രാഷ്ട്രീയക്കാറ്റിന്റെ ദിശ മാറ്റിയത് കൈരളിയുടെ വെളിപ്പെടുത്തലുകളാണ്. ആദ്യത്തെ ലേസർ ബോംബ് വീണ സ്ഥലമാണിത്. 2 മീറ്റർ കനമുള്ള കോൺക്രീറ്റ് പാളിയെ തകർത്തുകൊണ്ട് വീണ ബോംബിൽ കൈരളിക്ക് പിന്നാലെ കൈരളി ന്യൂസ്, കൈരളി അറേബ്യ, കൈരളി ന്യൂസ് ഓൺലൈൻ, വേറിട്ട വാർത്തകളും പരിപാടികളുമായി 5 മാധ്യമ സംരംഭങ്ങൾ മലയാളിയുടെ TV സ്ക്രീനിലും മൊബൈൽ സ്ക്രീനിലും എത്തി. മുഖ്യധാരാ മാധ്യമങ്ങളെ വർഗീയ രാഷ്ട്രീയം കൂട്ടത്തോടെ വിഴുങ്ങുന്ന കാലത്ത് യഥാർത്ഥ വാർത്ത എന്തെന്ന് കൈരളി ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൈരളിയിൽ നിന്നാണോ, മറുപടിയില്ല എന്ന് ചിലപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇതുകൊണ്ടൊന്നും കൈരളി തളർന്നില്ല എന്നത് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയും. I won't talk to anybody from Kerala. If any camera is there, I will walk away. I hope there is no Kerala here. കൈരളിയിൽ കാണിച്ചാൽ മതി. കൈരളി കൊടയും പിടിച്ചിട്ട് ഇലക്ട്രൽ വോട്ട് വാർത്താ തമസ്കരണത്തിന്റെ കാലത്ത് ചോദ്യങ്ങൾ ഉയരുന്നത് കൈരളിയിൽ നിന്ന് മാത്രമാണ്. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ആ ചോദ്യങ്ങൾ ഇനിയും ഏറെ ഉറക്കെ ഉയർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്.